ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ബിഗ് ബോസ് താരമായ സിജോയുടെ കല്യാണം വലിയ രീതിയിലുള്ളൊരു വിവാദത്തിലേക്ക് ഇങ്ങനെ വലിച്ചിഴക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സിജോയെ നമുക്കറിയാം, ബിഗ് ബോസിൽ കാട്ടുതീയായി മാറിയ ഒരു വ്യക്തിയാണ്. സോ സിജോ എന്നെയും കല്യാണത്തിന് വിളിച്ചിരുന്നു. വലിയ ആഗ്രഹം ഉണ്ടായിട്ടും എൻ്റെ അസൗകര്യം കൊണ്ട് എനിക്ക് പോകാൻ സാധിച്ചില്ല. ഞാനത് സിജോയോട് പറയുകയും ചെയ്തു. എന്നാലും വിളിച്ച സിജോയോട് വളരെയധികം നന്ദി ഞാൻ വീണ്ടും അറിയിക്കുന്നു. എനിവേ, സിജോയുടെ കല്യാണവുമായി ബന്ധപ്പെട്ട് ചില കോൺട്രവേഴ്സികൾ ഉണ്ടാകുന്നു. ആക്ച്വലി ഇവിടെ ഈ രാജകുടുംബവുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള സംഭവങ്ങൾ ഇതിലോട്ട് വലിച്ചിഴക്കപ്പെട്ടത് ഏറെ ദൗർഭാഗ്യകരമെന്ന് പറയാം. കാരണം ഇത്തരം മൂന്നാംകിട കല്യാണങ്ങൾ അല്ലെങ്കിൽ ഇത്തരം കൾച്ചർലെസ് ആയിട്ടുള്ള സംഭവങ്ങൾ നടക്കുന്നതിനിടയിൽ അതിലിതുപോലെ ഉന്നത കുല ജാതരായ മറ്റു പ്ലാനറ്റിൽ ജീവിച്ചിരിക്കുന്ന ഈ ബിക്കിനി അംബാസഡറായ ചില ആളുകൾ ഇതിലൂടെയൊക്കെ ഇൻവോൾവ് ചെയ്യുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് അഭിമാനക്ഷതമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിവേ, ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും അധികം കോൺട്രവേഴ്സി ഉണ്ടായിരിക്കുന്നത് സിജോയുടെ വിഷയത്തിലല്ല, അത് മറ്റാരുമല്ല, കണ്ണൻ സായി എന്ന് പറയുന്ന നമ്മുടെ സായി കൃഷ്ണയുമായി ബന്ധപ്പെട്ടാണ്. സായി കൃഷ്ണയുടെ ആ ഒരു വീഡിയോ സായിക്ക് എന്തോ പറ്റിയിട്ടുണ്ട്. ഈ ഒരു വീഡിയോ വളരെ വിവാദത്തിലേക്ക് വലിച്ചേക്കപ്പെട്ട് ആക്ച്വലി ഇത് കണ്ടപ്പോൾ എനിക്ക് ഒട്ടുമേ ഇഷ്ടപ്പെട്ടില്ല. അത് മറ്റൊന്നും കൊണ്ടല്ല, കാണാനൊരു ഭംഗിയില്ല. അതായത് ഈ ഫ്രഞ്ച് കിസ്സാണ് ഇവർ കൊടുക്കാൻ ശ്രമിച്ചതെങ്കിലും ആക്ച്വലി ഫ്രഞ്ച് കിസ് നമ്മൾ ഈ ടൈറ്റാനിക് സിനിമയൊക്കെ കണ്ടതിന് ശേഷമാണ് ഇത്രയും അധികം ഫ്രഞ്ച് കിസ് എന്താണെന്ന് നമ്മളൊരു പഠനം തന്നെ നടത്തിയത്. ആക്ച്വലി ഫ്രഞ്ച് കിസ്സൊക്കെ കൊടുക്കുമ്പോൾ രണ്ടുപേർക്ക് നല്ല ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഈ പറഞ്ഞ ശംഭു വെച്ച് സിഗരറ്റും ബീഡിയും വലിച്ച് നടക്കുന്നതിനൊരിക്കലും ഒരു പെണ്ണ് ഫ്രഞ്ച് കിസ് കൊടുക്കാൻ തയ്യാറാകും, ഭാര്യയാണെങ്കിൽ പോലും തയ്യാറാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ അതൊന്നുമല്ല കാരണം. ഇവിടെ ഈ പറഞ്ഞ സായി അല്ലെങ്കിൽ സ്നേഹ നമ്മുടെ സുഹൃത്തുക്കൾ തന്നെയാണ്, എന്നാലും പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഇവർക്ക് ഇത് കൊടുക്കാൻ അറിയത്തില്ല എന്നുള്ളതാണ് വാസ്തവം. ഇവർ ഇതിന് മുമ്പ് ബിഗ് ബോസിന് കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇവരിത് ചെയ്യുമ്പോഴത്തേന് കാണാൻ ഒരു മെനയില്ല എന്നുള്ളതാണ് വാസ്തവം. മറ്റ് കലാപരിപാടികളൊക്കെ കൊള്ളാം ഇവരുടെ, പക്ഷെ ഈ ഒരു സംഗതി ചെയ്യുമ്പം കാണാൻ എറിക്കുന്നില്ല. അതുകൊണ്ട് ഈ ഒരു സംഭവത്തിന് വളരെ മോശമായ രീതിയിലുള്ള കമന്റുകളാണ് താഴെ വന്നിരിക്കുന്നത്. അതൊക്കെ ഓരോരുത്തരുടെ സ്വാതന്ത്ര്യമാണ്. കണ്ണൻ സായി മോശമൊന്നുമില്ല, ആൾക്കാരെ കളിയാക്കാനും ഇൻസൾട്ട് ചെയ്യാനും ഒക്കെ വളരെ കേമനായ ഒരു വ്യക്തിയാണ് നമ്മുടെ സായി കൃഷ്ണൻ എന്ന് പറയുന്ന കണ്ണൻ. സോ കണ്ണനെ ആ ഏറിൽ കയറ്റിക്കൂടാ എന്ന് നമ്മൾ ഒരിക്കലും ബാധിക്കാൻ പാടില്ല. ഏറിൽ എപ്പോഴും കയറാൻ എന്തുകൊണ്ടും യോഗ്യനായ ഒരു വ്യക്തി തന്നെയാണ് കണ്ണൻ സായി എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എന്നാൽ ഇവിടെ ഏറ്റവും അധികം വിവാദമായെന്ന് പറയുന്നത് കുറെ ഫേക്ക് ഐ ഡിയൊന്നും അല്ലാതെയും ഈ പറഞ്ഞ കണ്ണൻ സായിയെ വളരെ മോശമായി, സായി കൃഷ്ണനെ വളരെ മോശമായി പറഞ്ഞുകൊണ്ട് ചീത്ത വിളിക്കുന്ന ഒരുപാട് കമന്റുകളുണ്ട്. എന്നാൽ അതിൽ ഒരു കമന്റ് മൈസെൽഫ് എന്ന് പറയുന്ന ഒരു ഐ ഡിന്ന് കുള്ളന് എത്തുന്നില്ല എന്നുള്ള രീതിയിലൊരു കമന്റ് വന്നുണ്ട്. 65 ലൈക്കാണ് കമന്റിന് കിട്ടിയിരിക്കുന്നത്. ആ കമന്റിന് താഴെ വന്ന് കമന്റ് അടിച്ചിരിക്കുന്നത് നമ്മുടെ സർവശ്രീ ആദരണീയയായ നമ്മുടെ ദിയ കൃഷ്ണൻ എന്ന് പറയുന്ന സർവോപരി മോഡലും അതുപോലെ തന്നെ ഈ പ്രസവ ബ്ലോഗിനൊക്കെ അഡിക്റ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ കണ്ണിലുണ്ണിയുമായ ദിയ കൃഷ്ണനാണ്. വലിയ ഉന്നത കുലജാതകരാണെന്ന് സ്വയം അവകാശപ്പെടുന്ന വ്യക്തികളാണ് ഇവരും ഇവരുടെ ഫാമിലിയും ഒക്കെ. സോ ഇത്രയും അധികം അന്തസ്സും ആഭിജാത്യമുള്ള ദിയ കൃഷ്ണ ഇതുപോലൊരു കമന്റിന് താഴെ വന്ന് ഈ രീതിയിൽ കമന്റ് ചെയ്തത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സായി കൃഷ്ണൻ എന്ന് പറയുന്ന ഈ മഹാനോട് എവിടെയെങ്കിലും ഒരു കൊട്ടു കൊടുക്കണം. നേരിട്ടൊരു വീഡിയോ ഇട്ട് കൊട്ടു കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഈ രീതിയിൽ കൊടുക്കാം. ഈ രീതിയിൽ ബോഡി ഷേമിങ് നടത്തിയ ഒരു കമന്റിന് താഴെ വന്ന് റിപ്ലൈ ചെയ്തത് വളരെ ഖേദകരം തന്നെയാണ്. അതൊന്നും പോരാഞ്ഞിട്ട് ദിയ കൃഷ്ണ എന്ന് പറയുന്ന ഈ രാജകുമാരി ഈ ഒരു മൂന്നാം കിട കല്യാണം എടുത്ത് സ്റ്റോറി ആക്കിയിട്ടുണ്ട്. ആ സ്റ്റോറിയിൽ ദിയ കൃഷ്ണ എന്ന് പറയുന്ന ഈ മഹത് വ്യക്തി ഇങ്ങനെ പറയുന്നു: ഐ സീരിയസ്ലി ഡോണ്ട് നോ ഹൂ ദേ ആർ. അതാണ്, ഞമ്മക്കിത് ആരാണെന്ന് മനസ്സിലായി ില്ല. നമ്മൾ മറ്റൊരു പ്ലാനറ്റിൽ ജീവിച്ചിരിക്കുന്ന ഒരു പഹേത്തിയാണ്. നമുക്ക് ഈ പറഞ്ഞ കണക്ക് ഓർണമെന്റ്സിന്റെ മോഡലുകൾ അല്ലെങ്കിൽ ബിക്കിനിയുടെ പുതിയ ബിക്കിനിയുടെ മോഡലുകൾ ഇതൊക്കെ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ ചെക്ക് ചെയ്യാറുള്ളൂ. അല്ലാതെ ഈ പറഞ്ഞ പഹയന്മാരെ ഒന്നും നമുക്ക് അറിയത്തില്ല. എവിടെയൊക്കെ ഒരു മിന്നായം പോലെ കണ്ട് പരിചയം മാത്രമാണ് നമുക്ക് തോന്നുന്നത്. ബട്ട് ഇഫ് someone did to my man on special day, he or she won't leave another day to eat cake. ആരെങ്കിലും ഒരുവൻ ഇതെന്റെ പഹയനെതിരെയാണ് കാണിച്ചിരുന്നതെങ്കിൽ അടുത്ത ദിവസം കേക്ക് കഴിക്കാൻ അവൾ ഉണ്ടാകില്ലായിരുന്നു എന്നാണ് നമ്മുടെ ഈ രാജകുമാരി വിളംബരം നടത്തിയിരിക്കുന്നത്. ആക്ച്വലി ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കുഴപ്പമില്ല. ഈ നോറ എന്ന് പറയുന്ന വിവരമില്ലാത്ത ഈ വിവരം കെട്ട നോറ മുസ്കാൻ കാണിച്ചത് അങ്ങേറ്റം തെമ്മാടിത്തരം തന്നെയാണ്, തന്തയില്ലായ്മ എന്ന് തന്നെ ഞാൻ പറയത്തുള്ളൂ. കാരണം അവൻ അവിടെ ഒരു കല്യാണ ഡ്രസ്സിലാണ് നിൽക്കുന്നത്. ഒരു കോട്ടും സ്യൂട്ടും ഇട്ട് നിൽക്കുന്ന ഒരുത്തനെ ഇതുപോലെ കേക്ക് തേച്ചിട്ട് ആ കല്യാണ ഡ്രസ്സ് ഇത്രയും വിരൂപമാക്കാൻ ഈ നോറയെ പോലെ വെളിവും വെള്ളിയാഴ്ച ഇല്ലാത്ത ഒരാൾക്ക് മാത്രമേ സാധിക്കത്തുള്ളൂ. എന്നിട്ടും ആ പറഞ്ഞ ആൾക്കാരൊക്കെ അതൊരു സന്തോഷ രൂപേണ എടുത്തതിന് ശേഷം സിജോ ഈ പറഞ്ഞ നോറയെ കേക്ക് തേക്കുന്നുണ്ട്.
എനിക്ക് തോന്നുന്നു ഇനി കുറച്ച് വർഷം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതെങ്ങനെ അല്ലായിരിക്കും തേക്കുന്നത്. ഈ ഡ്രസ്സൊക്കെ കഴിച്ചു വെച്ചതിന് ശേഷം നല്ലോണം മെഴുകി പുറത്താകെ ഈ കേക്ക് ഇങ്ങനെ തേച്ച് പിടിപ്പിക്കുന്ന രീതിയിലേക്ക് ചിലപ്പോൾ ഒരുപക്ഷെ അടുത്ത ജനറേഷൻ മാറിയേക്കാം. കാരണം ഇതാണ് കണ്ടുവരുന്നത്. എന്റെ അഭിപ്രായത്തിൽ ഈ കേക്ക് ഇങ്ങനെ തേക്കുന്നത് ശുദ്ധ പോക്കൃതരം, തെമ്മാടിത്തരം, തന്തയില്ലായ്മ എന്നേ പറയത്തുള്ളൂ. കഴിക്കാനുള്ള സാധനമാണ്. ഈ കേക്ക് ഇങ്ങനെ തേച്ചാൽ എന്താണ് കിട്ടുന്നത്? അല്ലെങ്കിൽ ഒരു ചെറുതായിട്ടൊരു ഇതൊക്കെ എടുത്ത് തേക്കുന്നതിന് ഒരു മര്യാദയുണ്ട്. ഇനി നോറ മുസ്കാന്റെ ഈ ഒരു പ്രവൃത്തിയെ ദിയ കൃഷ്ണ വിമർശിച്ചതിൽ തെറ്റൊന്നുമില്ല, ശരി തന്നെയാണ്. എന്നാൽ അടുത്ത ദിവസം ഈ പറഞ്ഞ ആളെ കൊല്ലുമെന്നൊക്കെ പറയുന്നതിനോട് എത്രത്തോളം നമുക്കത് വിശ്വസിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. ഒരുപക്ഷെ ദിയാകൃഷ്ണയാണ് ഈ പറഞ്ഞ നേരത്തെ ഒരു വ്ളോഗറിന്റെ വീട്ടിൽ പോലീസിനെ വിട്ടതാണ്. അതിലൊരു പരിധി വരെ ഞാൻ ദിയാകൃഷ്ണനെ കുറ്റം പറയാത്ത കാരണം ദിയാകൃഷ്ണയുടെ ബിസിനസ് തീർക്കാൻ വേണ്ടി നിരന്തരമായി വീഡിയോ ചെയ്തു എന്ന് ഒരു വ്യാഖ്യാനം വേണമെങ്കിൽ അതിന് കൊടുക്കാം. ഇവിടെ ഈ പറഞ്ഞ ബിഗ് ബോസ് താരങ്ങളെ താൻ കണ്ടിട്ട് പോലും ഇല്ല, അറിയത്തില്ല എന്ന് പറയാൻ മാത്രം ദിയാകൃഷ്ണ അത്രയും വലിയ ഒരു സെലിബ്രിറ്റിയാണോ? ഈ പറഞ്ഞ ബിക്കിനി മോഡലായി സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഓർണമെന്റ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞ കൃഷ്ണകുമാർ ജിയുടെ മകൾ ആണെന്നതിലുപരി എന്ത് പ്രസക്തിയാണ് ഈ പറഞ്ഞ ദിയാകൃഷ്ണയ്ക്കുള്ളത്? ഏതെങ്കിലും സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ഏതെങ്കിലും നാടക ട്രൂപ്പിൽ വർക്ക് ചെയ്തിട്ടുണ്ടോ? എന്താണ് ഈ ദിയാകൃഷ്ണയുടെ പ്രസക്തി എന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ കുറെ അന്തങ്ങൾ പ്രസവത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നതിന് വേണ്ടി ദിയാകൃഷ്ണയുടെ വയറ് തള്ളിയോ, വയറ് മുന്നോട്ട് വന്നോ, വയറ് കാണുന്നുണ്ടോ, വയറ് വലുതായോ എന്ന് നോക്കിയിരിക്കുന്ന കുറെ അന്തങ്ങൾ ഇങ്ങനെ ഫാൻസും ഫോളോവേഴ്സും ഉണ്ടെന്നുള്ളതിലുപരി എന്ത് മേന്മയാണ് ഈ പറഞ്ഞ ദിയാകൃഷ്ണയ്ക്കുള്ളത്? അല്ലെങ്കിൽ എന്താണ് ഈ ദിയാകൃഷ്ണ ഈ ഒരു എന്റർടൈൻമെന്റ് ഫീൽഡിൽ കൊടുത്തിരിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. ഇതിന് മാത്രം അങ്ങ് ഉന്നതിയിൽ ഇരുന്നിട്ട് ഈ ബിഗ് ബോസിലൊന്നും ആളുകളെ, ബിഗ് ബോസിലേക്ക് പോകുന്ന ആൾക്കാരാണ് ഏറ്റവും അധികം വൈറലാവുന്നത്. ഏറ്റവും ഒന്നും അറിയാതെ പോയിട്ട് ഏറ്റവും വൈറലായി മാറുന്ന ഒരു മേഖലയാണ് ബിഗ് ബോസ്. കാണാത്തവർക്ക് പോലും ബിഗ് ബോസിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ തുടങ്ങുന്ന സമയത്ത് ആരും കാണത്തില്ല, അവസാനം വരുന്ന സമയത്ത് നാട്ടിലുള്ള എല്ലാവരും കാണുകയും ചെയ്യും, നാട്ടിലുള്ള എല്ലാവരും ഇതിനെപ്പറ്റി ചർച്ച ചെയ്യുകയും ചെയ്യും. അങ്ങനെ ഒരു സംഭവമാണ് ഈ ബിഗ് ബോസ്. ഏത് വായി നോക്കി പോയാലും 10 പേര് അറിയപ്പെടും. 100 സിനിമയിൽ അഭിനയിച്ചിട്ട് അറിയപ്പെടാത്ത വാണങ്ങളാണ് ബിഗ് ബോസിൽ പോയിട്ട് ഭയങ്കര ഫേമസ് ആയിട്ട് പുറത്തിറങ്ങി വരുന്നത്. സോ ആ ബിഗ് ബോസിലെ ആളുകളെ ഈ രാജകുമാരിയായ ദിയാകൃഷ്ണയ്ക്ക് അറിയത്തില്ല എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു പക്ഷേ അസൂയ കൊണ്ടും കുശും കൊണ്ടും ആയിരിക്കും ദിയാകൃഷ്ണയ്ക്ക് ബിഗ് ബോസിൽ പോകാൻ പറ്റാത്തതുകൊണ്ടായിരിക്കാമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതോ ഇനിയിപ്പോൾ നോറ കുളിക്കാൻ ഇറങ്ങിയപ്പോൾ ബിക്കിനി ഇടാതെ ചാടിയത് കൊണ്ടാണോ? ഇതുപോലെ സിജോ കോട്ടും സ്യൂട്ടും ഇട്ട് സ്വിമ്മിംഗ് പൂളിൽ ചാടി, ഇതൊക്കെ കാണുമ്പോഴത്തേനും ദിയാകൃഷ്ണയ്ക്ക് ഒരുപക്ഷെ വൈകാരികമായി തോന്നിയേക്കാം. കാരണം അവരുടെ ഒരു രീതികൾ വെച്ച് നോക്കുമ്പോൾ ഇങ്ങനെയൊന്നും അല്ല. അതുകൊണ്ട് വളരെ വൈകാരികമായി പ്രതികരിച്ചാണോ ഒന്നും അറിയില്ല. എനിവേ ഈ ഒരു 2 വിഷയത്തിൽ സായി കൃഷ്ണ എന്ന് പറയുന്ന ഈ ഒരു ചെറുപ്പക്കാരനെ ഈ രീതിയിൽ ബോഡി ഷെയിം നടത്തുമ്പോൾ അവിടെ ഈ പറഞ്ഞോണം വന്ന ഈ പറഞ്ഞ കുള്ളൻ എന്ന് പറഞ്ഞ ഒരു കമന്റിന് റിപ്ലൈ കൊടുത്തത് തെമ്മാടിത്തരം തന്നെയാണ്. സത്യം പറഞ്ഞ തന്തയില്ലായ്മയാണ്. ഇതുപോലെ ഇത്രയും ഫോളോവേഴ്സ് ഉള്ള ഒരാൾ ആ രീതിയിൽ ഒരു കമന്റ് അവിടെ ചെയ്യാൻ പാടില്ല. നമ്മളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്രത്തോളം ഉണ്ട്. കാരണം നമ്മളൊന്നും അത്രയും അധികം ആൾക്കാരെ ഒന്നും സ്വാധീനിക്കുന്ന വ്യക്തിയൊന്നുമല്ല. ഇത് മില്യൺസ് ഓഫ് ആളുകളെ സ്വാധീനിക്കുന്ന ഇത്തരം ആളുകൾ ഇത്തരം ഊളത്തരങ്ങൾ ചെയ്യുന്നത് തെറ്റ് തന്നെയാണ്. ഇവിടെ സായി കൃഷ്ണ വളരെ മെച്ചപ്പെട്ട ആളാണെന്ന് ഞാൻ പറയുന്നില്ല, ഊളത്തരം തന്നെയാണ് അദ്ദേഹം കാണിക്കുന്നത്. പക്ഷേ ഈ രീതിയിൽ ബോഡി ഷെയിം ചെയ്യുന്നതിനോട് യോജിപ്പില്ല. അതുപോലെ തന്നെ നോറ മുസ്കാൻ എന്ന് പറയുന്ന ഈ ഒരു സാധനം ഇത് എവിടെ പോയാലും ഇത് കണക്കുള്ള ഊളത്തരങ്ങളാണ് കാണിക്കുന്നത്. സിജോ എന്ന് പറയുന്ന നമ്മുടെ ഈ കാട്ടുതീ അതിനൊത്ത് ഊളത്തരം കാണിക്കാൻ വേണ്ടി പറഞ്ഞ കണക്ക് അങ്ങോട്ട് കേക്ക് തേച്ചു കൊടുക്കാനും ഒക്കെ നിൽക്കുന്നതിനോട് എനിക്ക് യോജിപ്പൊന്നുമില്ല. കുറച്ചുകൂടെ ഡിസിപ്ലിനും മാനേഴ്സുമായിട്ട് ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം. എനിവേ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്താം. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.